മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എനിക്ക് ഒരു സംശയമില്ല. 6.5 റിച്ചർ സ്കെയിലിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴ്പ്രദേശത്ത് എവിടെയെങ്കിലും ഭൂചലനം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും. മുല്ലപ്പെരിയാർ കേരളത്തിന് ഇപ്പം പൊട്ടും എന്ന ഭീഷണി ഉണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. ഒറ്റ വാക്കിൽ നാളെ ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടി കേരളം മുഴുവൻ പോകും എന്നൊരു ഭീഷണി എനിക്കില്ല. ചെറുതോണി ഡാമിൻ്റെ 2 ഷട്ടർ തുറന്നപ്പോഴാണ് പറവൂർ മുങ്ങിയത്, നെടുമ്പാശ്ശേരി മുങ്ങിയത് അല്ലേ? അപ്പോൾ ആ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റിമോട്ട് സെനേറിയോ ആണ് ഞാനിപ്പോൾ കാണുന്നത്. കാരണം ഇടുക്കി നമ്മുടെ ഫുൾ കൺട്രോളിലുള്ള ഒരു ഡാമാണ്. നമുക്ക് ഇടുക്കിയിലെ ജലനിരപ്പ് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ ചെറുതോണി ഡാം തുറന്നല്ലോ കഴിഞ്ഞോണം, 2018-ലും 2019-ലും തുറന്നില്ലേ? ചെറുതോണി ഡാം തുറന്നു വിട്ടാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും? ഒരു ചോദ്യമുണ്ട്, ടെക്നിക്കൽ ക്വസ്റ്റ്യനാണ്. ഇനി മുല്ലപ്പെരിയാറിൽ വെള്ളം അങ്ങനെ പെട്ടെന്ന് ഉയരുമല്ലോ, ഒരു സമയമുണ്ടല്ലോ. ആ സമയം കഴിഞ്ഞ് 4 മണിക്കൂർ കൊണ്ട് ഇത് താഴെ എത്തുന്നതിനകത്ത് ഇടുക്കിയിലെ വെള്ളം എത്ര തുറന്നു വിടാമെന്ന് ആലോചിക്കണം. പള്ളുരുത്തിയിലെ വീട് മുങ്ങുമോ എന്ന് ഫോർട്ട് കൊച്ചിയിലെ സ്കൂളിലെ ഒരു കുട്ടിക്ക് ആദ്യം ഉണ്ടാക്കുന്ന വിധത്തിൽ മുല്ലപ്പെരിയാർ ഇപ്പം പൊട്ടും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഭരണകർത്താക്കളോട് എനിക്ക് തീർത്താൽ തീരാത്ത വകയുണ്ട്. അത് പറയുന്നവർ. നമസ്കാരം, വെൽക്കം ടു ചിഞ്ച മീഡിയ. പല ദുരന്തങ്ങളും വന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പരിസ്ഥിതി ഇതിനെല്ലാം എങ്ങനെയാണ് നമുക്കൊരു വാർണിംഗ് ആയിട്ടാണോ തരുന്നത്, അതോ എന്താണ് അവർ തരുന്ന മുന്നറിയിപ്പ് എന്ന്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള CR നീലകണ്ഠൻ സാറാണ്. വെൽക്കം ടു ദ ഷോ. സാർ, ഇപ്പോൾ നമുക്ക് ഈ അടുത്ത് തന്നെ മുണ്ടക്കയിലും ചൂരൽമലയിലും നടന്നു, ഒരു വലിയൊരു ഡിസാസ്റ്റർ തന്നെ നടന്നു. അതിനുശേഷം ഭൂചലനം ഉണ്ടായി അവിടെ തന്നെ. പിന്നെ അതിനോട് ചുറ്റിപ്പറ്റി നമ്മൾ പല ഊഹാപോഹങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, എർത്ത് ക്വേക്സ് ഇനിയും വരാം, ഇനിയും ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാം എന്നെല്ലാം പറയുമ്പോഴും ശരിക്കും നമ്മൾ പ്രകൃതി എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് ഇതിൽ നിന്ന്? സാറിന് എന്താണ് തോന്നുന്നത്? പ്രകൃതി സംസാരിക്കുന്ന നമ്മൾ റൊമാൻറ്റിക്കായി നമ്മൾ പ്രകൃതിയെക്കുറിച്ച് സംസാരിച്ച ഒരു കാലമുണ്ട്. അതെ, ഇപ്പോൾ 70s-ലൊക്കെ സുഗതകുമാരി ടീച്ചറുടെ കവിതയൊക്കെ നമ്മൾ ഓർമ്മയുണ്ടാവും, ONV കുറുപ്പിൻ്റെയൊക്കെ കവിത. അങ്ങനെ പരിസ്ഥിതിയെ കണ്ട ഒരു മലയാളിയുണ്ട്. സൈലൻറ്റ് വാലി സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൽ ഇടപെട്ട, അന്ന് ഞാൻ വിദ്യാർത്ഥിയാണ്, കോളേജ് വിദ്യാർത്ഥിയാണ്, എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ അന്നത്തെ പാരിസ്ഥിതികമായ ഒരു വീക്ഷണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരവസ്ഥയിൽ ഇപ്പോൾ എത്തി. അന്നൊരു പക്ഷേ നമുക്ക് ആസ്വദിക്കാനുള്ള എന്തോ ഒന്നാണ് കാട്, വനം, അല്ലെങ്കിൽ പുഴ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിക്കാണ്. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ പരിസ്ഥിതി എന്ന വാക്ക് തന്നെ വേണമെന്ന് ഞാൻ സംശയിക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ പാരിസ്ഥിതിക ദുർബല മേഖല വേണോ, ഗാഡ്ഗിൽ വേണോ, കസ്തൂരിരംഗൻ വേണോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ നടക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇനിയിപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്, ഇനി ഡിസാസ്റ്ററിനെ കുറിച്ചാണ്. പരിസ്ഥിതി യഥാർത്ഥത്തിൽ ഞാനതിനൊരു വളരെ ലളിതമായൊരു ഉദാഹരണം സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കണം പറഞ്ഞാൽ, നമ്മൾ പുക വലിക്കരുത്, പുക വലിച്ചാൽ ക്യാൻസർ വരും എന്ന് പ്രചരണം നടത്തുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ പുകവലി കൊണ്ട് ക്യാൻസർ വന്ന ഒരാളോട് പിന്നെ ആ വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആ ക്യാൻസറിനെ ചികിത്സിക്കല്ലാതെ എന്താ ചെയ്യുക? പുകവലിക്ക് അയാളോട് പിന്നെ പറഞ്ഞാൽ അയാൾക്കൊരു കുറ്റബോധം മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ പുകവലിച്ചുണ്ടാവും. അതുപോലെയാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. കേരളം പാരിസ്ഥിതിക വിനാശത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ദുരന്തത്തിൻ്റെ ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ അത് പാരിസ്ഥിതിക പ്രശ്നമല്ല. അതുകൊണ്ടാണ് പരിസ്ഥിതി ദുർബല മേഖല വേണോ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഞാനിപ്പോൾ മറുപടിയേ പറയില്ല. ആളുകളിപ്പോൾ ഗാഡ്ഗിൽ വേണോ, ഗാഡ്ഗിൽ വേണ്ടേ എന്നുള്ള ചോദ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്താണ് വേണ്ടത്? ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ജീവൻ, സ്വത്ത്, ജീവനോപാധികൾ, മറ്റ് സാമൂഹ്യ സംവിധാനങ്ങൾ ഇത് സംരക്ഷിക്കപ്പെടണം എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കണേ. എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ സ്വത്ത് സംരക്ഷിക്കപ്പെടണം, എൻ്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം, എൻ്റെ സൗകര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഇതൊക്കെ ഉണ്ട്. ഇന്ന് ജീവനടക്കം വലിയ ഭീഷണിയിലാണ് എന്ന രൂപത്തിലാണ് കേരളം നിൽക്കുന്നത്. ഞാൻ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു രോഗത്തിൻ്റെ ആദ്യ അവസ്ഥയാണെങ്കിൽ നമുക്കത് കുറേ കൂടിയൊക്കെ ചികിത്സിച്ച് മാറ്റാം. ഇവിടെ നമ്മൾ നോക്കുക, കേരളത്തിൻ്റെ കിഴക്കൻ മല, വയനാട് ഒരു പുതിയ കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ കപ്പാസിറ്റി വലുതായി, ഇത് വയനാട് വലുതായി എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ മുണ്ടക്കൈക്ക് 2 കിലോമീറ്റർ അകലെയാണ് പുത്തുമല. അന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് ഇതിനേക്കാൾ കുറവ് ജീവനാണ്, 10-9 ജീവൻ്റെ താഴെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ഓർമ്മയില്ല എന്തായാലും. ഇന്നിപ്പോൾ അത് 500 ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പറഞ്ഞ കണക്ക് എന്താ വെച്ചാൽ 500 കടക്കും. കാരണം ഒരുപാട് ആളുകളെ കാണാനില്ല, നമുക്ക് കാണാനില്ലാത്തവരും മരിച്ചതായിട്ട് തന്നെ അവസാനം കണക്കാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ
7 വർഷത്തിനിടയിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ 2018-19 മുതൽ കണക്കാക്കിയാൽ കേരളത്തിൽ ഏതാണ്ട് 3000-ലധികം ആളുകൾ ഉരുൾപൊട്ടലിൽ മരിച്ചിട്ടുണ്ട്. 3000 കടന്നിരിക്കുന്നു ഇപ്പോൾ ഈ കണക്കൂടി വരുമ്പോൾ. ഉറപ്പായിട്ട് 3000-ൽ കടന്നിരിക്കുന്നു. 2022-ൽ പാർലമെൻറ്റിൽ മന്ത്രി കൊടുത്തൊരു മറുപടി. ആ മറുപടി വളരെ രസകരമാണ്. രസകരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അതിനു മുമ്പുള്ള 7 വർഷത്തിൽ ഇന്ത്യയിൽ ആകെ ഉണ്ടായ ഭൂചലനങ്ങൾ മരണം, അത് ഉത്തരാഖണ്ഡുണ്ട്, വലിയ ഹിമാലയനുണ്ട്, വിന്ധ്യനുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായ മരണങ്ങളിൽ, മൊത്തം ഇന്ത്യയിലുണ്ടായ മരണങ്ങളിൽ 59.9% കേരളത്തിലാണ്. ഇതൊരു കണക്കല്ല, ഞാൻ പറയുന്ന കണക്കല്ല, ഇത് വയനാടിന് മുമ്പുള്ള കണക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലിൽ ആളുകൾ മരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇതൊരു തർക്കവുമില്ല. ഇപ്പം വയനാട് കൂടി വന്നപ്പോൾ അത് 1-ാം സ്ഥാനം, മറ്റേ ഏറ്റവും ഉയർന്ന 1-ാം സ്ഥാനത്തെത്തി. നമ്മൾ അൺറീച്ചബിൾ, സെക്കൻഡ് നമ്മുടെ അടുത്ത് എത്തണമെങ്കിൽ ഇനി ഒരുപാട് വർഷം എടുക്കും. ഇത് സാറ് തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് കാടിന്റെ ഉള്ളിലെല്ലാം ഉരുള് പൊട്ടുമ്പോൾ നമ്മൾ അതിന്റെ വെള്ളത്തിന്റെ ഫ്ലോ മനസ്സിലാക്കുമ്പോൾ ഉരുള് പൊട്ടിയിട്ടുണ്ട് എന്ന് മാത്രമേ നമ്മളുടെ ഒരു സംസാരം ഉണ്ടായിരുന്നുള്ളൂ. അതിനെ നമ്മൾ അന്ന് തള്ളിക്കളഞ്ഞു. ഇന്ന് അതാണ് കാര്യം. ഇപ്പോൾ ഈ ചൂരൽമലയിലും അല്ലെങ്കിൽ മുണ്ടക്കയിലും അപകടം ഉണ്ടായപ്പോൾ പറഞ്ഞത്, ഇതിൻ്റെ ഉത്ഭവ കേന്ദ്രം വെള്ളരിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഉരുൾപൊട്ടൽ തുടങ്ങുന്നത്. വെള്ളരിമലയിൽ നിന്ന് മുണ്ടക്കയിലേക്കും അത് കഴിഞ്ഞ് ഈ ചാലിയാറിലേക്ക് ഒഴുകിപ്പോയില്ല വെള്ളച്ചാട്ടം, വാട്ടർഫോളിലേക്കും അതിൻ്റെ ഹൈറ്റ് തമ്മിൽ ഏതാണ്ട് 1500 മീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1.5 കിലോമീറ്റർ ഉയര വ്യത്യാസമുണ്ട്. അവിടെ നിന്ന് പുറപ്പെടുന്ന ഒരു സാധനം 1.5 കിലോമീറ്റർ താഴേക്ക്, നിങ്ങളൊരു വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ 1.5 കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് ഉയരത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടുന്ന് ഒരു സാധനം എടുത്ത് താഴേക്ക് ഇട്ടാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നാലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. വെള്ളരിമലയിൽ നിന്ന് സൂചിപ്പാറയിലെത്തുമ്പോൾ ആ പോകുന്ന സാധനങ്ങൾക്ക് എന്ത് സംഭവിച്ചു, അതിൻ്റെ കൂടെ പോകുന്ന സാധനങ്ങൾ എന്തായിരിക്കും അതിൻ്റെ മൊമെൻറ്റം. നമ്മൾ എഞ്ചിനീയറിംഗ് ഭാഷയിൽ പറഞ്ഞാൽ, ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൊമെൻറ്റം എന്തായിരിക്കും. അതിൻ്റെ മാസ് വളരെ വലുതാണ്, വളരെ വലിയ വെയിറ്റാണ്. ഈ ആക്സലറേഷൻ വളരെ കൂടുതൽ. നമുക്കറിയാലോ ജി എന്ന് പറയുന്ന നമ്മുടെ സാധനം, മാസ് ഇൻറ്റു ആക്സലറേഷൻ, സ്ക്വയർ ഓഫ് ആക്സലറേഷൻ, m × g × g സ്ക്വയർ എന്ന് വെച്ചാൽ ഈ ഉയരം ജി അതിനനുസരിച്ച് കൂടുതലല്ലേ, അത്രയും നേരം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ മൊമെൻറ്റം വളരെ വലുതാണ്. അത് ഓരോ സ്ഥലത്തു നിന്ന് ഇതിൻ്റെ മാസ് കൂടിക്കൊണ്ടിരിക്കുക, മാസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ കട പോരും, അടുത്ത വരുമ്പോൾ വീട് പോരും, പിന്നെ വരുമ്പോൾ ഒരു മരം പോരും, പിന്നെ വരുമ്പോൾ ഒരു പള്ളി പോരും, പിന്നെ ഒരു അമ്പലം പോരും, സ്കൂൾ പോരും, ഇതെല്ലാം കൂടെ അങ്ങ് പോരുകയാണ്. അപ്പോൾ മാസ് ഇങ്ങനെ നിരന്തരം കൂടിക്കൊണ്ട്, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റീപ്പായിട്ടുള്ള ഒരു പശ്ചിമഘട്ടവും വളരെ ഡീപ്പായിട്ടുള്ള ഒരു കടലിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ കഷ്ണത്തിനെയാണ് നമ്മൾ കേരളം എന്ന് പറയുന്നത്. ഹെവി റെയിൻസ് പശ്ചിമഘട്ടത്തിൽ പെയ്താൽ അതിൽ നിന്ന് ചെറിയ ഉരുൾപൊട്ടൽ പോലും, നമ്മൾ ഉരുൾപൊട്ടൽ വലുതാവണമെന്നൊന്നുമില്ല, വളരെ ക്രിട്ടിക്കലായൊരു പോയിന്റിലാണ് ഉരുൾപൊട്ടുന്നതെങ്കിൽ കേരളത്തിൽ ഇതിനേക്കാൾ വലിയ നാശമുണ്ടാവും. കാരണം താഴെ വലിയ ജനപദാനം മതി. ഒരു തെറ്റി കൂടെ പറയുന്നത് വെച്ചോ, മനസ്സിലായേ? ഇപ്പം മുണ്ടക്കയിലും ചൂരൽമലയിലും താരതമ്യേന പോപ്പുലേഷൻ കുറവാണ്, ചെറിയ ഗ്രാമങ്ങളത്. ഇതൊരു ടൗണിൽ കൂടി, ഇപ്പം നിലമ്പൂർ ടൗണിൽ കൂടിയാണ് വരണേ നോക്കി, അല്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറഞ്ഞത്, അല്ലെങ്കിൽ മേപ്പാടി ടൗണിൽ കൂടിയാണ് വരണേ നോക്കൂ, അല്ലെങ്കിൽ കൽപ്പറ്റ ടൗണിൽ കൂടിയാണ് വരണേ നോക്കൂ, എന്തായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ്? ഇതെവിടെ അവസാനിക്കുക? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ സ്റ്റെബിലിറ്റി, പശ്ചിമഘട്ടത്തിൻ്റെ സ്റ്റെബിലിറ്റി വളരെ 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 പ്രധാനമാണ്. നിലവിൽ ഭയങ്കര വീക്കാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അത് അതൊക്കെയാണ് മാധവഗാഡ്ഗിൽ നമ്മൾ പഠിക്കേണ്ടത്. എന്നിങ്ങനെയാണ് പശ്ചിമഘട്ടം വീക്കായത്, അതിനെന്തൊക്കെ കാരണങ്ങളുണ്ട്. അതിന് കയ്യേറ്റക്കാരോ കുടിയേറ്റക്കാരോ മാത്രമൊന്നുമല്ല, അതൊക്കെ പിന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ എസ്റ്റേറ്റുകൾ, വനത്തിനകത്തുള്ള മാറ്റം, നമ്മുടെ വനം വല്ലാതെ നശിച്ചിരിക്കുന്നു വയനാട്ടിൽ. ഇത് വളരെ കാലമായി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ വേറൊരു പ്രശ്നം മുങ്ങിപ്പോയതല്ലേ, വൈൽഡ് അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ്. വൈൽഡ് അനിമൽ കോൺഫ്ലിക്റ്റ് കുറേ ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ. ആന വീട്ടിൽ വരുന്നു, ആന അങ്ങോട്ട് വരുന്നു, കടുവ വരുന്നു, പന്നി വരുന്നു, കുറുക്കൻ വരുന്നു, എല്ലാം വരുന്നു. എന്താ കാര്യം? വനം ജൈവ വൈവിധ്യത്തിൽ ദുർബലമായാൽ ഈ മൃഗങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങും. സിമ്പിൾ. പക്ഷേ ഈ ദുർബലമാകുമ്പോൾ വേറൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. മൃഗങ്ങൾ ഇറങ്ങൽ മാത്രമല്ല,
അവിടുത്തെ ഭൂമിയുടെ ലാൻഡ് യൂട്ടിലൈസേഷൻ പാറ്റേൺ മാറുന്നുണ്ട്. ഒരു ഉദാഹരണം, ഒരു മരം നമ്മൾ വെട്ടി നോക്കിയാൽ ഒരു മരം വെട്ടുമ്പോൾ അത്ര വലിയൊരു വിഷയമൊന്നുമല്ല. ഞാൻ മരപ്രേമിയൊന്നുമല്ല. മരമാണ് നമുക്ക് വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഏക വിഭവം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മരം വെട്ടാം, കാരണം എന്താ വെച്ചാൽ മരം വച്ച് പിടിപ്പിക്കാമല്ലോ. ഇപ്പം എൻ്റെ ജീവിതകാലത്ത് ഞാനൊരു 50 വർഷമുള്ള മരം വെട്ടി നോക്കിയാൽ ഞാൻ ഒരു പക്ഷേ ഒരു 10 വയസ്സിൽ വെച്ചാൽ 60 വയസ്സാകുമ്പോഴേക്കും എനിക്ക് അതുപോലെ ഒരു മരം ഉണ്ടാകും അല്ലേ. എന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എന്നെ വെച്ച് കൽക്കരി ഉണ്ടാക്കാൻ പറ്റില്ല, പെട്രോൾ ഉണ്ടാക്കാൻ പറ്റില്ല, മണ്ണെണ്ണ ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മരം പോയി വെട്ടിക്കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിലേക്ക് പതുക്കെ വലിയ ഹെവി റെയിൻ ആകുമ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങും. വെള്ളം ഇറങ്ങി ആദ്യത്തെ മഴയ്ക്കൊന്നും അതൊന്നും സംഭവിച്ചോളുന്നില്ല. ഒരു പക്ഷേ 10 മില്ലിമീറ്റർ ആയിരിക്കും. ഈ വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോവും. ഈ വെള്ളം ഇറങ്ങുന്നതോടുകൂടി മണ്ണിന് താഴെയുള്ള മണ്ണിൻ്റെ അടരുകളിൽ വ്യത്യാസമുണ്ട്. വെറ്റാവും മണ്ണ്. അതിങ്ങനെ പതുക്കെ ലൂസാവും. മാത്രമല്ല നമ്മുടെ പാറകൾ പലതും നമ്മൾ വിചാരിക്കുന്ന പോലെ ഹിമാലയൻ പാറ പോലെയല്ല, പോറസാണ്. പാറകളുടെ ഉള്ളിൽ വെള്ളമുണ്ടാവും, ചെറിയ സുഷിരങ്ങൾ. അപ്പോൾ ഈ വെള്ളം വലിയ തോതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പാറകളിൽ വെള്ളം കയറും. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടും. സ്വാഭാവികമുള്ള മണ്ണിൻ്റെ അടരുകൾ വ്യത്യാസം വരും. അതിങ്ങനെ ഒരു ചിലപ്പോൾ 2, 4, 5 കൊല്ലം കൊണ്ടായിരിക്കും അതിങ്ങനെ ചെയ്തുണ്ടാവുക. ഇത് ഒറ്റ മഴ ഇങ്ങോട്ട് പെയ്യുമ്പോൾ 50 സെൻറ്റിമീറ്റർ മഴ ഇങ്ങോട്ട് പെയ്താൽ ഈ വെള്ളം എല്ലാം കൂടി ഇവിടേക്ക് വന്നാൽ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന, ഇതൊക്കെ ചെരിഞ്ഞ പ്രദേശത്ത് നിൽക്കണമെന്ന് ആലോചിക്കണം. ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഈ താഴേക്ക് നിൽക്കുന്ന മുഴുവൻ സാധനങ്ങളും ഈ മണ്ണും പാറയും എല്ലാം കൂടി ഒലിച്ചു വരിക. പിന്നെ അതൊരു ജോമെട്രി വെച്ച് നമ്മൾ വരയ്ക്കണ പോലെയൊന്നും അല്ലല്ലോ അത് വരിക, ഭൂമിയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇതെല്ലാം കൂടി താഴേക്ക് പോരും. ഇതിന് കാരണം മരം വെട്ടൽ മാത്രമല്ല, ഈ വനത്തിൻ്റെ ജൈവ വൈവിധ്യനാശം, ബയോഡൈവേഴ്സിറ്റി വനത്തിൽ വേണമെന്ന് നമ്മൾ പറയുന്നതിന് ഇതുകൊണ്ട് കൂടിയാണ്, മണ്ണിനെ കൂടിയാണ്. അതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മരം എന്തുകൊണ്ടാണ് മണ്ണ് ഒലിപ്പ് തടയുന്നത് എന്നൊക്കെയുള്ള. അതുകൂടാതെ ഇതിനെ ഉണ്ടാക്കുന്ന നമ്മുടെ ചില കൺസ്ട്രക്ഷൻ മൈനിങ് എന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞാൽ ഉടനെ മൈനിങ് വേണ്ടെന്ന്. മൈനിങ് വേണോ വേണ്ടോ എന്നുള്ളതല്ല ചോദ്യം. മൈനിങ് എവിടെ നടത്താം? ഒരു വലിയ പാറ, നമ്മുടെ ഒരു വലിയ മല നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ പാറയുടെ മുകളിലാണ് ഈ മല നിൽക്കണമെന്നാണ് അല്ലേ. ഈ മലയുടെ ഒരറ്റത്ത് ഞാൻ തുരക്കുകയാണ് മൈൻ ചെയ്യാൻ. ഞാൻ എന്തെങ്കിലും ഇത് ഉപയോഗിച്ച്, എക്സ്പ്ലോസീവ് ഉപയോഗിച്ച് മൈൻ ചെയ്തു. മൈൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ചെറിയ ഇതുണ്ടാവും, ടർബുലൻസ് ഉണ്ടാവും, വൈബ്രേഷൻസ്. ഈ വൈബ്രേഷൻ ഈ മലയുടെ മൊത്തം പാറയുടെ മൊത്തം ഭാഗത്തുണ്ടാവും. അത് ആദ്യം നമ്മൾ അറിയില്ല. ഈ വൈബ്രേഷൻ എന്താ സംഭവിക്കുക വെച്ചാൽ, പാറയുടെ മുകളിൽ ഇങ്ങനെ മണ്ണ് കൂടി കിടക്കുകയല്ലേ, പാറയും മണ്ണും തമ്മിലുള്ള ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഗ്യാപ്പിലേക്ക് ഹെവി റെയിൻസ് വന്നാൽ അതും ഇതെല്ലാം ഇങ്ങോട്ട് പോരും. സാർ ഇപ്പം എർത്ത് ക്വേക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ സാറിനോട് മുന്നേ ജസ്റ്റ് നമ്മൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. എർത്ത് ക്വേക്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതാണ്, സ്കൂളിലൊക്കെ നമ്മൾ ജിയോഗ്രഫി പഠിക്കുമ്പോൾ ഒരിക്കൽ പോലും കേരളത്തിൽ ഒരു സീസ്മിക് സോൺ ഉണ്ട് എന്നൊന്നും നമ്മൾ ഇത്രമാത്രം വേവലാതിപ്പെടുന്നുണ്ടായിരുന്നില്ല. വേറെ പല സംസ്ഥാനങ്ങളിലുമാണ് നമ്മൾ പറയുന്നത്. ഇന്ന് പക്ഷേ പറയുന്നത് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ മുല്ലപ്പെരിയാർ ഇരിക്കുന്നത് ഒരു സീസ്മിക് സോണിലാണെന്ന് വരെ എടുത്ത് ആൾക്കാർ പറയുമ്പോൾ നമുക്കത് വലിയൊരു ടെൻഷൻ തരുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ഞാൻ ഭീതിയേക്കാൾ അപ്പുറം സർ ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും സത്യമാണോ? അല്ലെങ്കിൽ ഈ സീസ്മിക് സോണിൻ്റെ കണക്ക് നമ്മൾ പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ലാത്തൂരും ഒരുപക്ഷെ ഏറ്റവും വലിയ ഭൂചലനം ഉണ്ടായ സ്ഥലങ്ങളിലൊന്നാണല്ലോ. കേരളവും സീസ്മിക് സോൺ 4-ലാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളും, ഞാൻ കേരളം മുഴുവനല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളും. ഇപ്പോൾ കേരളത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുള്ള, കേരളത്തിലുണ്ടായിട്ടുള്ള ചെറിയ ഭൂചലനങ്ങൾ, ട്രമേഴ്സ് നമ്മൾ പറയില്ലേ, ട്രമേഴ്സ് ഉണ്ടാകുന്നു തൃശ്ശൂർ ജില്ലയിലെ ആറങ്ങോട്ടുകര, ഷൊർണൂരൊക്കെ അടുത്ത്, വടക്കാഞ്ചേരിക്ക് ഷൊർണൂരിനും ഇടയ്ക്ക് ആറങ്ങോട്ടുകര, അതുപോലുള്ള ചില സ്ഥലങ്ങളിൽ, തലശ്ശേരി എന്ന് പറയും, ഇവിടെ ഒരു തലശ്ശേരി. ഞാനും ഈ തലശ്ശേരി എന്ന് പറയുമ്പോൾ പേടിച്ചിട്ടുണ്ട്, കാരണം വേറെ തലശ്ശേരി, ഇതല്ല. തലശ്ശേരി, ആറങ്ങോട്ടുകര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു സോൺ ആയതുകൊണ്ട് മാത്രം അവിടെ എപ്പോഴും ഭൂചലനം ഉണ്ടായിക്കൊള്ളണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പ്രോബ്ലം അതല്ല. പ്രോബ്ലം ചെറിയ ഭൂചലനം പോലും അതിൽ ഇപ്പോൾ റിച്ചർ സ്കെയിൽ നമ്മൾ പലരും അറിയാത്തതുപോലെ റിച്ചർ സ്കെയിൽ 4, 5 എന്നൊക്കെ പറഞ്ഞാൽ 4-ൽ നിന്ന് ഒരല്പം കൂടുതലല്ല 5, എക്സ്പോണൻഷ്യലാണ്, റേസ് ടു ആണ്. ഇപ്പം 2:5 അതിൻ്റെ പവർ ടു ദ പവർ ഓഫ് ആണ്. എന്ന് പറഞ്ഞാൽ
2:4 എന്ന് പറഞ്ഞാൽ 2x2x2x2 ആണെങ്കിൽ 2:5 എന്ന് പറഞ്ഞാൽ അതിന് വീണ്ടും 2 കൊണ്ട് പെരുക്കല. അപ്പം 4, 5 ആകുമ്പോൾ ഉണ്ടാവുന്നത് കേവലം ഒരു 1 കൂടുതലല്ല. അത് റിച്ചർ സ്കെയിലിൻ്റെ പ്രത്യേകതയാണത്. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞ ഒരു കാര്യം അതിലുണ്ട്. ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ, ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ, ആ ഉണ്ടാവുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, അവിടുത്തെ ആവാസ വ്യവസ്ഥ, അവിടുത്തെ ടോപ്പോഗ്രാഫി, ഇതൊക്കെ ബാധിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രയുണ്ടെന്നറിയാം. അത് ഞാൻ പറഞ്ഞു. നമുക്ക് മുല്ലപ്പെരിയാറിലേക്ക് വരാം. മുല്ലപ്പെരിയാർ നമ്മുടെ ആളുകൾ വല്ലാതെ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുള്ളൊരു സാധനം. അതിന് കാരണം പലപ്പോഴും നമ്മൾ മുല്ലപ്പെരിയാർ തമിഴ്നാടിന് വെള്ളം കൊടുക്കാനുണ്ടാക്കിയ എന്തോ ഒരു സംഗതിയാണ് എന്ന രൂപത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്തെ ഇപ്പം 130 വർഷത്തോളം ആകുന്ന ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഏതാണ്ട് 9,000 ഏക്കർ ഭൂമി തമിഴ്നാടിന്, അന്നത്തെ മദ്രാസ് സ്റ്റേറ്റിന് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത് മാത്രമാണ് മുല്ലപ്പെരിയാർ. അതൊരു ഭൂമി പാട്ട കരാറാണ്. ഭൂമി പാട്ട കരാറിൽ ഞാൻ 999 വർഷത്തേക്ക് എൻ്റെ ഭൂമി നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ പറയാം. ഞാനവിടെ ഗോഡൗൺ കിട്ടുന്നോ, ഞാനവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുമെന്നോ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കുമെന്നോ നിങ്ങൾക്ക് പറയാം. ഞാൻ 999 വർഷത്തേക്ക് ചെയ്യും. ഇതിൽ പറഞ്ഞത്, ഞങ്ങൾ അവിടെ ഒരു അണക്കെട്ട് നിർമ്മിച്ച് അവിടെ വീഴുന്ന വെള്ളം, അവിടെ വന്ന് വീഴുന്ന വെള്ളം ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. എത്ര വെള്ളം എന്ന് പറഞ്ഞിട്ടില്ല. മഴ പെയ്തില്ലെങ്കിൽ വെള്ളം കൊടുക്കണ്ട. മറ്റ് ജലക്കരാർ പോലെയല്ല. ഞാനിത് പറയാൻ കാരണം, പലപ്പോഴും നമ്മൾ അബദ്ധം പറയാറുണ്ട്. തമിഴ്നാട് നമ്മൾ വെള്ളം കൊടുക്കാം, നമ്മുടെ ഒരു കോമൺ സെൻസാണ്, നമുക്ക് സുരക്ഷ മതി, തമിഴ്നാട് നിങ്ങൾ വെള്ളം കൊടുക്കണ്ട, അവരെടുക്കുകയാണ്. മനസ്സിലായി? ഞാനിപ്പോഴും എടുക്കുന്ന ഒരു സാധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. നിങ്ങൾ ഫ്രീ ആയിട്ട് എടുക്കുന്ന ഒരു സാധനം, കരാർ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതാ പറഞ്ഞ കരാറിന്റെ വാലിഡിറ്റി ഒക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഞാൻ എൻ്റെ ലീഗാലിറ്റിയിലേക്ക് ഒന്നും ഇപ്പോൾ പോണില്ല. നമുക്ക് സാധാരണ മനുഷ്യർക്ക് അതിലൊന്നും വലിയ കാര്യമില്ല. ആ കരാർ ഇപ്പോൾ ഉണ്ടെന്നേ. സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ ഗവൺമെൻറ് ആ കരാർ അംഗീകരിച്ചിട്ടുണ്ട് 1970. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളൊരു കരാർ വാലിഡ് ആവാൻ ഒറ്റ സാധ്യതയുള്ളൂ, അത് സ്വാതന്ത്ര്യത്തിന് ശേഷം വരുന്ന സർക്കാർ അംഗീകരിച്ചാൽ, ജനാധിപത്യ സർക്കാർ അംഗീകരിച്ചാൽ. കേരളത്തിൽ ജനാധിപത്യ സർക്കാർ അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 999 വർഷത്തെ കരാറുണ്ട്. സുപ്രീം കോടതി അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ മേലൊന്നും കെട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ വിഷയം, ഈ ഭൂമി ഇതിൽ വെള്ളം നിർത്തുമ്പോൾ അത് വെള്ളം നിർത്തുന്നു, അത് കേരളത്തിലേക്ക് ആണത് ചാഞ്ഞ് അല്ലെങ്കിൽ നിൽക്കുന്നത് ചെരിവ് കേരളത്തിലേക്കാണ്, തമിഴ്നാട്ടിലേക്ക് അവർ അപ്പുറത്തേക്ക് വെള്ളം കൊണ്ടുപോവാണ്. ഈ ഡാമിന് അപകടമുണ്ടായാൽ കേരളത്തിനാണ് അതിൻ്റെ വരിക, ഒരു സംശയമില്ല. 130 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ഡാം എന്തുകൊണ്ട് നിർമ്മിച്ചാലും, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചാലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ തുർക്കിയല്ല ഇപ്പോഴത്തെ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഫില്ല് ചെയ്തിട്ടുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ആ ഡാം പൊട്ടെന്ന് പറയുന്ന ആളാണ്. 2011 കേരളം മുഴുവൻ മെഴുകുതിരി കത്തിച്ചപ്പോഴും ഞാൻ അതിനെതിരെ നിന്ന ആളാണ്. മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടു എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രിക്ക് രാത്രി ഉറക്കമില്ലാതെ വരികയും നമ്മൾ കേരളം മുഴുവൻ മെഴുകുതിരി കത്തിക്കുകയും ഭരണപ്രതിപക്ഷങ്ങളാകെ അവിടെ പോയി നിരാഹാരം കിടക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവർ നിരാഹാരം കിടന്ന പന്തൽ ഉദ്ഘാടനം ചെയ്ത ആൾ ഞാൻ 2006. സുപ്രീം കോടതി ഇതിൻ്റെ ഉയരം, ഈ ഡാമിലെ ജലനിരപ്പ് 136 നിന്ന് 142 ആക്കാൻ വിധിച്ചപ്പോഴാണ് അവിടെ സമരം തുടങ്ങിയത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭയമുണ്ടാവും, നാട്ടുകാരാണ്. അത് മുല്ലപ്പെരിയാറിൽ നിന്ന് ഇടുക്കിക്ക് എത്തുന്നതിനിടയ്ക്കുള്ള, ഇടുക്കി റിസർവോയറിലേക്ക് എത്തുന്നതിനിടയ്ക്കുള്ള 4 പഞ്ചായത്തുകൾ, അയ്യപ്പൻ കോവിലടക്കം, ഈ 4 പഞ്ചായത്തുകളിൽപ്പെട്ട ജനങ്ങളാണ് ഏറ്റവും ഭീതിയുള്ള ആളുകൾ. ആദ്യം വരുന്ന അവരുടെ മേലെ, ആദ്യം അത് പൊട്ടിയാൽ വരുന്നത്. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായി ഭീതിയുണ്ട്. ആ ഭീതി നമ്മളും പങ്കുചേരുന്നുണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അവരെന്നെ വിളിച്ചു. ഞാൻ ആ സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും അവിടെ വന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. 2011 പെട്ടെന്നൊരു മന്ത്രിക്ക് രാത്രി ഉറക്കം വരാതിരിക്കുകയും അങ്ങനെ അത് വലിയ വിഷയമാവുകയും അവിടെ പന്തലിൽ സ്ഥലമില്ലാത്ത വിധത്തിൽ നേതാക്കൾ വരികയും പ്രകടനങ്ങൾ, തമിഴ്നാടുമായിട്ട് തർക്കം. ഇപ്പോൾ ഭരിക്കുന്ന കക്ഷി തന്നെ മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി വരെ മനുഷ്യച്ചങ്ങല തീർത്തു. ഉടനെ മുല്ലപ്പെരിയാർ ഡാം പൊളിക്കണം, അതില്ലെങ്കിൽ ജനങ്ങൾ ഭീഷണിയാണ്, ശാസ്ത്രീയമായി പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അവർ മാറ്റി പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വിഷയമല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ കിടക്കുന്നേ ഇല്ല. ഓരോരുത്തരും അവനോട് സൗകര്യത്തിന് എല്ലാ കാര്യങ്ങളും മാറ്റി പറയുന്നതാണ് രാഷ്ട്രീയം.
അതുകൊണ്ട് അതിലേക്ക് പോണ്ട. നമുക്ക് മുല്ലപ്പെരിയാറിൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് വരാം. മുല്ലപ്പെരിയാർ കേരളത്തിന് ഇപ്പോൾ പൊട്ടും എന്ന ഭീഷണി ഉണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. ഒറ്റ വാക്കിൽ നാളെ ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടി കേരളം മുഴുവൻ പോകും എന്നൊരു ഭീഷണി എനിക്കില്ല. സർ, പക്ഷേ നമ്മളെപ്പോഴെങ്കിലും പ്രൊഡിക്റ്റ് ചെയ്തിരുന്നതാണോ വയനാടിൻ്റെ സിറ്റുവേഷൻ? ഞാൻ അതിലേക്കാണ് വരുന്നത്. ഒരു ഡാം നമ്മൾ ഉണ്ടാക്കിയ ഡാമാണ്. ഇനി അതിന് നമ്മൾ സാധ്യതകൾ പരിശോധിക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഒരു ഡാം, ഒരു ബസ് ഇടിച്ചാൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും, ഒരു ട്രെയിൻ ഇടിച്ചാൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാലോ, അല്ലേ? കാരണം ബസ് ഇടിക്കുന്ന ട്രെയിൻ ഇടിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയ സാധനം. ഒരു പാറ മുകളിൽ നിന്ന് വീണാൽ അതിൻ്റെ എത്ര വലുതാവും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഉരുൾപൊട്ടലിൻ്റെ പ്രശ്നം അതാണ്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ മുല്ലപ്പെരിയാർ തകരാറിലാവണമെങ്കിൽ ഒരു ഗ്രാവിറ്റി ഡാമാണത്. ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കല്ല്, അതിൻ്റെ ഭാരം താഴേക്കാണ്, സൈഡിലേക്കല്ല. ബോഡി ഗ്രാവിറ്റി എപ്പോഴും താഴേക്കാണ്. അതുകൊണ്ട് ഒരു ഗ്രാവിറ്റി ഡാം തകരാറിലാവണമെങ്കിൽ രണ്ട് കാരണങ്ങളെ എൻജിനീയറിംഗ് പറയുന്നുള്ളൂ. എല്ലാ എൻജിനീയറിംഗ് ഡാമിന് ഉള്ള ഒന്ന് അതിവർഷം. അതിവർഷം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ. ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഡൽഹി IIT നടത്തിയ പഠനത്തിൽ 70 സെൻറ്റിമീറ്റർ മഴ ഒരു ദിവസം പെയ്താൽ, അതിൻ്റെ ആവാഹ പ്രദേശത്ത് പെയ്താൽ മുല്ലപ്പെരിയാർ കവിയും, ഡാം കവിയും. 155 അടി കവിഞ്ഞു വരും. 155 അടി കവിഞ്ഞു വന്നാൽ, കവിഞ്ഞാൽ പിന്നെ ഡാമല്ല, ദർ ഇസ് നോ ഡാം. പിന്നെ എന്ത് സംഭവിക്കാമല്ലോ? ഡാം എന്ന് പറഞ്ഞാൽ അതിലേ ഉള്ളൂ. ഇപ്പോൾ വാതിൽ തുറന്നിട്ട വാതിലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡാം കവിഞ്ഞാൽ ഇങ്ങ് താഴേക്ക് പോരും. അതാണ് ഗ്രാവിറ്റി ഡാമിൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസാസ്റ്റർ. രണ്ടാമത്തെ ഡിസാസ്റ്റർ എർത്ത് കേക്കാണ്. നമ്മൾ ഇത്രയും ചർച്ച ചെയ്തത്. എർത്ത് കേക്ക് വന്നാൽ റൂർക്കി IITയുടെ ഒരു പഠനമാണ് കേരള ഗവൺമെൻറ് സുപ്രീം കോടതി കൊടുത്തത്. 6.5 റിച്ചർ സ്കെയിലിൽ അവിടെ ഭൂചലനമുണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും. എനിക്ക് ഒരു സംശയമില്ല. 6.5 റിച്ചർ സ്കെയിലിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴ്പ്രദേശത്ത് എവിടെയെങ്കിലും ഭൂചലനം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും. അതൊരു സത്യമാണ്. പക്ഷേ ചോദ്യം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. 70 മില്ലിമീറ്റർ മഴ പെയ്താൽ കേരളത്തിലെ എത്ര ഡാമുകൾ നിറഞ്ഞു കവിയും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടി വരും. കേരളത്തിൽ താഴെ കുറേ ഡാമുണ്ട്. കല്ലാർകുട്ടിയുണ്ട്, ഇടമലയാറുണ്ട്, ഇത്രയും ഡാമുകളുണ്ട്. 2018 ഇടമലയാർ കവിഞ്ഞ മാതിരിയായി. 100% കൂടുതൽ വെള്ളം വന്നു ഇടമലയാറിൽ. എന്നിട്ട് നമ്മൾ പിടിച്ചു നിർത്തി. അത് വേറെ കഥ, നമ്മുടെ ഭ്രാന്ത്. എന്തായാലും വന്നു. അപ്പോൾ ഒന്നത്, അതിനേക്കാൾ പ്രധാനം എർത്ത് കേക്കാണ്. ഇടുക്കി ജില്ലയിൽ 14 ലാർജ് ഡാംസ് ഉണ്ട്, മുല്ലപ്പെരിയാർ അടക്കം. ലാർജ് ഡാം എന്ന് പറഞ്ഞാൽ 15 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള എല്ലാ ഡാമിനെയാണ് ലോകത്തിൽ ലാർജ് ഡാംസ് എന്ന് പറയുക. മീഡിയം, സ്മോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ തടയണയൊക്കെ പോലെയുള്ളത്. 15 മീറ്ററിൽ താഴെയുള്ളതൊക്കെ മീഡിയം. അപ്പോൾ എൻ്റെ സംശയം, അവിടെ 6.5 റിച്ചർ സ്കെയിലിൽ പൊട്ടിയാൽ ചെറുതോണി എന്ന ഡാം ഉണ്ടാവുമോ, കുളമാവ് എന്ന ഡാം ഉണ്ടാവുമോ, ഇടമലയാർ എന്ന ഡാം ഉണ്ടാവുമോ, കല്ലാർകുട്ടി എന്ന ഡാം ഉണ്ടാവുമോ? അങ്ങനെ കണ്ടെടുത്താൽ ഉണ്ടാവില്ല. ചെറുതോണി ഡാമിൻ്റെ 2 ഷട്ടർ തുറന്നപ്പോഴാണ് പറവൂർ മുങ്ങിയത്, നെടുമ്പാശ്ശേരി മുങ്ങിയത്, അല്ലേ? അപ്പോൾ ആ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. ഇടുക്കിയിൽ എത്തിക്കഴിഞ്ഞു. അല്ല, മുല്ലപ്പെരിയാർ അവിടെ നിൽക്കട്ടെ. ഞാൻ മുല്ലപ്പെരിയാർ ഇല്ലാത്ത കാര്യം പറഞ്ഞു. മുല്ലപ്പെരിയാറിലേക്ക് പോയി രണ്ടാമത് വരാം. 6.5 റിച്ചർ സ്കെയിലിൽ മുല്ലപ്പെരിയാർ പൊട്ടുമ്പോൾ അതിന് മുമ്പ്, കാരണം മുല്ലപ്പെരിയാർ പൊട്ടി ഇടുക്കിയിലെത്താൻ 4 മണിക്കൂർ എടുക്കും, ഇല്ലേ? ഇടുക്കി അതിന് മുമ്പ് പൊട്ടും. പിന്നെ മുല്ലപ്പെരിയാർ എത്തിയില്ലോ എന്ന് അവിടെ വിഷയമല്ല. കാരണം മുല്ലപ്പെരിയാറിൻ്റെ 5 ഇരട്ടി കപ്പാസിറ്റിയാണ് ഇടുക്കിക്കുള്ളത്. ഇനി മുല്ലപ്പെരിയാർ ഇതിന് തകരാറ് വരികയും ഇടുക്കിക്ക് തകരാറില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം നമുക്ക് അങ്ങനെ ആലോചിക്കാം. ഞാൻ അതിൻ്റെ ഒരു സെനേറിയോ പറയുന്നു. വളരെ ശരിയാണ്. അങ്ങനെ വന്നാൽ അപ്പോൾ 2-3 ഫാക്ടേഴ്സ് പിന്നെയും വരും. ഒന്ന്, മുല്ലപ്പെരിയാറിൽ തകരാറുണ്ടായി ആ വെള്ളം ഇടുക്കിയിലെത്തുമ്പോൾ, വെള്ളം മാത്രമല്ല, നമ്മൾ ഉരുൾപൊട്ടിയ മാതിരി തന്നെയാണ് വരിക. അത് നമ്മൾ ഉരുൾപൊട്ടൽ കണ്ട മാതിരി തന്നെയാണ് ഡാം പൊട്ടിയാലും വരിക. മരവും മണ്ണും വീടും ആളും പള്ളിയും അമ്പലവും സ്കൂളും ഒക്കെ കൂടി വരും. അപ്പോൾ അങ്ങനെ വന്നാൽ അത് താങ്ങാൻ ഇടുക്കിക്ക് കഴിയുമോ? അതുകൊണ്ട് ഇടുക്കി ഉണ്ടാവുമോ? അതിന് ഡിപ്പെൻസ്. മുല്ലപ്പെരിയാറിൽ നിന്ന് അത് പൊട്ടി ഇവിടെ എത്തുമ്പോൾ എത്ര വെള്ളം ഇടുക്കിയിലുണ്ട്. ഉദാഹരണത്തിന് ഇടുക്കിയിൽ ഒരു ഇപ്പോൾ 60-65% വെള്ളമേ ഉള്ളൂ. 65% വെള്ളമുള്ള സമയത്താണ് വരുന്നതെങ്കിൽ കപ്പാസിറ്റി വൈസ് അത് പൊട്ടില്ല.
ഇടുക്കി വിട്ടേക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലായി? മനസ്സിലായി. അപ്പോൾ ഇടുക്കിയിലെ വെള്ളം നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും, നമുക്ക് വഴിയുണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ പറയുന്ന മൺസൂൺ ആണ്, നല്ല ആയിക്കോട്ടെ, ടൈം ആണെങ്കിൽ അല്ല നമുക്ക് എല്ലാ എൻ്റെ എക്സ്ട്രീമിറ്റീസ് എല്ലാം ആലോചിക്കാം. ഇടുക്കി നിറഞ്ഞു കിടക്കുകയാണ്. ഇടുക്കി നിറഞ്ഞു കിടക്കുമ്പോഴാണ് മുല്ലപ്പെരിയാർ പൊട്ടുന്നത്, തകരാറ് വരുന്നത്. പൊട്ടരുതെന്നും എല്ലാ ആഗ്രഹം കൂടെ പറയുന്നുണ്ടോ? നമ്മളാരും ഇങ്ങനെ പൊട്ടുന്നു പറയുന്നത് അങ്ങനെ പൊട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല, നമ്മളും പോകും ചിലപ്പോൾ, അതുകൊണ്ടല്ല. അപ്പം പക്ഷേ ഇടുക്കി നിറഞ്ഞു കിടക്കുമ്പോഴാണ് മുല്ലപ്പെരിയാറിന് തകരാറ് സംഭവിക്കുന്നതെങ്കിൽ അപകടം ഉണ്ടാവാം. ഇടുക്കിക്ക് അപകടം ഉണ്ടാവാം, മുല്ലപ്പെരിയാറിന് അപകടം ഉണ്ടാവാം. ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അതൊരു വളരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റിമോട്ട് സെനേറിയോ ആണ് ഞാനിപ്പോൾ കാണുന്നത്. കാരണം ഇടുക്കി നമ്മുടെ ഫുൾ കൺട്രോളിലുള്ള ഡാമാണ്. നമുക്ക് ഇടുക്കിയിലെ ജലനിരപ്പ് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ ചെറുതോണി ഡാം തുറന്നല്ലോ കഴിഞ്ഞോണ, 2018-ലും 2019-ലും തുറന്നില്ലേ? ചെറുതോണി ഡാം തുറന്നു വിട്ടാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും? ഒരു ചോദ്യമുണ്ട്, ടെക്നിക്കൽ ക്വസ്റ്റ്യനാണ്. ഇനി മുല്ലപ്പെരിയാറിൽ വെള്ളം അങ്ങനെ പെട്ടെന്ന് ഉയരുമല്ലോ, ഒരു സമയമുണ്ടല്ലോ. ആ സമയം കഴിഞ്ഞ് 4 മണിക്കൂർ കൊണ്ട് ഇത് താഴെ എത്തുന്നതിനകത്ത് ഇടുക്കിയിലെ വെള്ളം എത്ര തുറന്നു വിടാമെന്ന് ആലോചിക്കണം. ഇവിടെയാണ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ കുഴപ്പമില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ ഭൂചലനം ഉണ്ടാവും നല്ലതായതുകൊണ്ടല്ല ഭൂചലനത്തിന് പ്രിപ്പയർഡ് ആവുന്നത്. ഭൂചലനം വന്നാലും ജീവിച്ചുകൊണ്ടേ, അതുകൊണ്ട് പ്രിപ്പയർഡ് ആവുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ മുല്ലപ്പെരിയാറിനെ കണ്ടാൽ ഇപ്പം മുല്ലപ്പെരിയാർ ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യം, ഇതിന് ഇവർക്ക് സൊല്യൂഷൻ ഈ പുതിയ ഡാം എന്നാണെങ്കിൽ ഞാൻ അതിനോട് ഒരു കാലത്ത് യോജിക്കുന്നില്ല. പുതിയ ഡാം പണിയാൻ പറ്റില്ല. ഒന്നാമത് വീട് വയ്ക്കുന്ന പോലെ ഒരു സാധനമല്ല ഡാം. ഡാം ഒരു ഡൈനാമിക് സിസ്റ്റമാണ്. നിങ്ങൾക്കൊരു ഡാം നിൽക്കുന്നു, ആ ഡാം കൂടി ഉൾക്കൊള്ളുന്ന മറ്റൊരു വലിയ ഡാം ഉണ്ടാക്കാനേ പറ്റൂ. എന്നിട്ട് ആ ഡാം മാറ്റി വേറെ ഡാം പണിയാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? ആ ഡാം പൊളിച്ചപ്പോൾ ഈ വീടാണെങ്കിൽ ഈ വീട് പൊളിച്ച് എനിക്കിവിടെ വേറൊരു വീട് പണിയാം. ഡാം അങ്ങനെ പൊളിച്ച് എനിക്ക് പണിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതിന് പുറത്ത്, അതിനകത്ത് പറ്റില്ല, അതേ കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു പുറത്തു വേണ്ടി ഡാം പണിയാൻ. അപ്പോൾ അങ്ങനെ പണിയുമ്പോൾ ഇപ്പോഴുള്ള ഭൂമിയിലല്ല ഡാം പണിയുക. തമിഴ്നാടിൻ്റെ 9,000 ഏക്കർ ഭൂമി നമ്മൾ 9,000 ഏക്കർ ഭൂമി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് പുറത്ത് വേണ്ടേ പണിയാൻ? അപ്പോൾ അത് നമ്മുടെ ഭൂമിയിലെ പണിയാ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഭൂമിയിൽ പണിയാന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മളെന്തിനാണ് അവർക്കൊരു ഡാം പണിത് കൊടുക്കേണ്ട കാര്യം? എനിക്കിന്നും മനസ്സിലായിട്ടില്ല. തമിഴ്നാടിന് വെള്ളം വേണമെന്നുള്ളത് നമ്മളെക്കാൾ പ്രധാനം തമിഴ്നാടിനാണല്ലോ. ഈ ഡാമിന് എന്തെങ്കിലും പറ്റിയാൽ കേരളത്തിന് ചിലപ്പോൾ ഒരു ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കി താങ്ങിയാൽ താങ്ങിയില്ലെങ്കിൽ താങ്ങിയില്ല, പോയി. പക്ഷെ തമിഴ്നാടിന് പിന്നെ ജീവാന്ത കാലത്തുള്ള മുഴുവൻ പ്രശ്നമാണ്. 6 ജില്ലകളുടെ കൃഷി എന്ന് പറയുന്നത് അവർക്കില്ല. 6 ജില്ലകൾ പിന്നെ കൃഷിയെ സാധ്യതയില്ല. കഴിഞ്ഞ 100 വർഷമായിട്ട് അവർ 6 ജില്ല കൃഷി ചെയ്യുന്നത് ഈ വെള്ളം കൊണ്ടാണ്. മധുരൈ, രാമനാഥപുരം ഒക്കെ അടക്കം. പറയുന്ന മാതിരി അവിടെ ഞാൻ തമിഴ്നാട്ടിലൊക്കെ താമസിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ നമുക്ക് മഴ കിട്ടുന്നുണ്ടല്ലോ ആവശ്യത്തിന്. ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്ന ഒരു അത്രത്തോളം റിസർവോയർ ഇല്ലെന്നാണ് അവർ പറയുന്നത്. എനിക്കത് അല്ല റിസർവോയർ ഇല്ല എന്ന് പറഞ്ഞാൽ, റിസർവോയർ അവരുടെ മഴ സ്റ്റേബിൾ അല്ല, നമ്മുടെ മൺസൂൺ മാതിരി സ്റ്റേബിൾ അല്ല. ഒന്നാമത്. 2, അവരുടെ മണ്ണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ജലസേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന കൃഷിയാണ് അവരുടെ കൃഷി. ഇറിഗേഷൻ ഡിപ്പെൻഡൻറ്റ് കൃഷിയാണ്. ഇറിഗേഷൻ ഡിപ്പെൻഡൻറ്റ് കൃഷിയിൽ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടിയോണ്ട് പോരാ, അതിന് പ്ലാന്റായ ഇത് വേണം. ഇപ്പം കരിമ്പാണെങ്കിലും നെല്ലാണെങ്കിലും വാഴയാണെങ്കിലും അതൊക്കെ പ്ലാന്റായ ഇറിഗേഷൻ വേണം. ഇത് ഈ രാവിലെ എത്ര വേണം, ഉച്ചയ്ക്ക് എത്ര വേണം, അങ്ങനെ വേണം. പ്ലാന്റ് ഇറിഗേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാമിൽ വെള്ളം വേണം. പിന്നെ നാട്ടിൽ പെയ്യണ വെള്ളമൊന്നും ഡാമിൽ എടുക്കാൻ പറ്റില്ല. ക്ലിയർ സാർ. പക്ഷേ പറഞ്ഞ വേറൊരു ചോദ്യമാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇവർക്ക് നമ്മൾ എന്തിനൊരു ഡാം കെട്ടിക്കൊടുക്കണം. അതാണ് ചോദ്യം, അതിലേക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തമിഴ്നാട്ടുകാർ ആണ് ഡാം വേണമെന്ന് ആവശ്യപ്പെടുന്നത്, പുതിയ ഡാം വേണമെന്ന് ആവശ്യപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് തമിഴ്നാട് പുതിയ ഡാം വേണമെന്ന് ആവശ്യപ്പെടാത്തത്? അവിടെ ഒരു പ്രശ്നമുണ്ട്. പുതിയ ഡാം കേരളത്തിൻ്റെ മണ്ണിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴുള്ളൊരു കരാറ് ഭൂമിയുടെ കരാറാണ്. ആ ഭൂമിക്ക് പുറത്ത് ആ കരാറിന് വിലയില്ലല്ലോ. എന്ന് പറഞ്ഞാൽ 999 വർഷത്തെ ഒരു കരാർ എന്ന് ഇനി അവർക്ക് പറയാൻ പറ്റില്ല, നിയമപരമായി പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ ഭൂമിയിൽ ഞാനും നിങ്ങൾക്കൊരു ഷെഡ് കെട്ടി തരുമ്പോൾ, എൻ്റെ വീട്ടിൽ ഞാൻ ഷെഡ് കെട്ടി തരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അത്രയും കൊല്ലത്തെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ സർ, കരാറിനല്ല അപ്പുറം ഇത്രയും ജനങ്ങളുടെ ജീവന് അവിടെ ഒരു പ്രശ്നമുണ്ട്. തമിഴ്നാട് ഇപ്പോഴും ഉറപ്പായി വിശ്വസിക്കുന്നത്, തമിഴ്നാട് മാത്രമല്ല, സുപ്രീം കോടതി നിയോഗിച്ച എക്സ്പെർട്ട് കമ്മിറ്റി, സുപ്രീം കോടതി വരെ നിശ്ചയിക്കുന്നത് ഈ ഡാം സേഫ് ആണെന്നാണ്.
അതാണല്ലോ ഇപ്പൊ ഇങ്ങനെ വന്നേ, അതുകൊണ്ടാണ് ലെവൽ ഇപ്പോൾ കൂട്ടാൻ പറഞ്ഞേ. അതെ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഡാം അപകടമാണെന്ന് പറഞ്ഞ ഒരാളെ ബോധ്യപ്പെടുത്തിയല്ലാതെ നമുക്ക് ആ ഡാം മാറ്റണമെന്ന് പറയാൻ പറ്റുമോ? ഡാം അപകടമാണെന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ കേരളത്തിന് കഴിഞ്ഞില്ല. ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിൽ കിടക്കുന്നില്ല. അപ്പോൾ പ്രശ്നം പുതിയ ഡാം എന്നത് ഒരു കാലത്തും തമിഴ്നാടിന് യോജിപ്പല്ല, തമിഴ്നാട് സമ്മതിക്കില്ല. ഇനി അല്ലെങ്കിൽ നമ്മൾ പറയാവുന്നത് അപ്പോൾ 90,000 ഏക്കറുണ്ട്, ഒരു 5,000 ഏക്കറും കൂടി നമ്മൾ കേരളം കൊടുക്കുക. ഇപ്പോൾ ഒരു 14,000 ഏക്കറിന് ബാക്കി 999 വർഷത്തിലെ 100 വർഷത്തിൻ്റെ കരാറ് വെച്ച് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവർക്ക് 8,000 ഏക്കർ എന്നുള്ളത് 13,000 ഏക്കറിനാക്കുക. ഞാൻ കണക്ക് പറഞ്ഞാണ് 13,000 16,000 അത്രയും വരും, താഴേക്കാകുമ്പോൾ കുറേ അധികം വരും. എന്നിട്ട് അതിന് ബാക്കി 999 വർഷത്തിൽ ബാക്കിയുള്ള 800 വർഷത്തിൻ്റെ കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ കേരളത്തിന് പറ്റുമോ? പറ്റില്ല. ഇനി ടെക്നിക്കലി നോക്കുക, നമ്മളൊരു എഞ്ചിനീയർ അല്ലേ, ഞാനൊരു ഡാം പണിതിട്ട് ബാക്കിയുള്ള 850 വർഷത്തേക്ക് ഈ ഡാം നിൽക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ ഒരു ചോദ്യമേ. അപ്പൊ അവർക്ക് എന്തുറപ്പുണ്ടെന്നേ നിങ്ങൾക്ക് 999 വർഷത്തേക്ക് കിട്ടുമെന്ന്. നിങ്ങളിപ്പോൾ ഡാം പണിതാൽ അത് 100 വർഷം അതിന് ആയുസിന് വെച്ചോ, 100 വർഷം കഴിഞ്ഞാൽ അവിടെ വെള്ളം കിട്ടും. അത് തമിഴ്നാടിൻ്റെ ജലരാഷ്ട്രീയത്തെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ ഇരുന്നും ഞാനതാ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വെള്ളം എന്താ നമുക്ക് മഴ ഇഷ്ടമല്ലാത്തതെന്ന്. നമുക്കെന്തുകൊണ്ട് മഴ ഇഷ്ടമല്ലാന്ന്, എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യക്കാർക്കും തമിഴ്നാട്ടുകാർക്കും കർണാടകക്കാർക്കും മഴ ഇഷ്ടമാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. മഴയെ അവർ എത്ര പ്രളയം വന്നാലും, ചെന്നൈയിൽ എത്ര പ്രളയം വന്നാലും മഴയെ അവർ ശമിക്കില്ല. കാരണം മഴ അവരുടെ ജീവിതമാണെന്ന് അവർക്കറിയാം. ചെന്നൈയിൽ ജീവിക്കുന്ന കുട്ടിക്കും അറിയാം. അവരുടെ ഗ്രാമത്തിൽ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കൃഷി ചെയ്ത് മഴ പെയ്താലേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പം മഴയും മണ്ണും കൃഷിയും ഒക്കെ ആയിട്ടുള്ള ബന്ധം വിട്ടൊരു മലയാളിക്ക് ഒരിക്കലും വെള്ളം, മഴ എന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയേയില്ല. നമുക്ക് വെള്ളം കാലിന് അഴുക്കാക്കുന്നതാണ്. കാരണം കൊച്ചിയിൽ ജീവിക്കുന്ന ഒരാളെ ഒന്ന് ആലോചിച്ച് നോക്കൂ, മഴ പെയ്താൽ അവർക്ക് പേടിയല്ലേ, എവിടെയാണ് പൊങ്ങാന്നറിയില്ല, എല്ലാ അഴുക്ക് ജാലും നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നറിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മഴ ഒരു ജൈവസംഗതിയല്ല, ഒരു ആക്സിഡൻറ്റ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലെ കുട പിടിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത്? ഏത് സംസ്ഥാനത്ത് വേണ്ടി നിങ്ങൾ പൊക്കോളൂ. ഈവൻ ബോംബെയിൽ പോലും, ധാരാളം മഴ കിട്ടുന്ന മുംബൈയിൽ പോലും കുട ഉപയോഗിക്കുന്ന ആളുകൾ കുറവാണ്. നമ്മളെപ്പോലെ വ്യാപകമായി കുടയൊന്നും ഉപയോഗിക്കില്ല. കുടയൊക്കെ ഉപയോഗിക്കും, കുറേ കാലം നനഞ്ഞു പോകും. പ്രത്യേകിച്ചും കുട്ടികളൊന്നും ആരും കുട ഉപയോഗിക്കില്ല. എല്ലാവരും കോളേജ് കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മഴ നനഞ്ഞ് കൂളായിട്ട് പോകും. നമുക്ക് നനയാൻ പറ്റില്ല. ഞാനവിടെ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് നനയാൻ പറ്റില്ല, പക്ഷേ കുട്ടികളൊക്കെ നനയും. നമ്മൾ പുസ്തകം നനയുന്നൊക്കെ പറഞ്ഞ് കുട എടുക്കും. അപ്പോൾ അതിന് കാരണം മഴയുമായുള്ള അവരുടെ ആത്മബന്ധമാണ്. നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നാണ്. ആത്മബന്ധം തമിഴ്നാട്ടുകാർക്കുണ്ട്. ഇനി ടെക്നിക്കലിയും പറ്റില്ല. ഇതിലേറ്റവും വലിയൊരു പ്രതിസന്ധി അതിൽ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഈ പുതിയ ഡാം പണിയാമെന്ന് നമ്മൾ പറയുന്നത് പെരിയാർ ടൈഗർ റിസർവിനകത്താണ്. പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി സ്പോട്ടാണ്. അതിൽ നിങ്ങൾ ഒരു ഇഞ്ച് സ്ഥലം ഉപയോഗിക്കാൻ ഒരുപക്ഷെ നമുക്ക് നടക്കുകയില്ല. ഒരാളൊരു ഹർജിയും കൊണ്ട് ഹൈക്കോടതി സുപ്രീം കോടതി പോയാൽ മതി, തീരും അതോടുകൂടി. നിങ്ങൾ 1000 കൊല്ലം ഇപ്പോഴത്തെ ഭരണഘടന അനുസരിച്ച് നിങ്ങൾ 1000 കൊല്ലം ഫൈറ്റ് ചെയ്താലേ അതിന് അനുമതി കിട്ടില്ല. സാർ ഇതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ പറഞ്ഞാൽ ഞാൻ പറയാം. ഇതിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, നമ്മളതിൻ്റെ പരിഹാരത്തിലേക്ക് വരാം. ഈ പുതിയ ഡാം എന്നൊന്നും പറഞ്ഞ് മനുഷ്യൻ്റെ സമയം കളയല്ല വേണ്ട, കളഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ സൊല്യൂഷൻ എന്താ വെച്ചാൽ, തമിഴ്നാടിന് വെള്ളം വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. വേറൊരു ഡാമും വേറൊരു കരാറൊന്നും അടുത്ത കാലത്തൊന്നും നടക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടി 5, 25, 10, 30 കൊല്ലം കൊണ്ട് ഒരു ഡാം ഉണ്ടാകുമെങ്കിൽ ഈട് പൊട്ടിയാൽ തീർന്നില്ലേ, പിന്നെ ഡാം പണിയാൻ പറ്റുമോ? ഞാൻ ഈ ഡാം പണിയുന്ന കാലം മുഴുവൻ മുല്ലപ്പെരിയാർ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പുതിയ ഡാം എന്നുള്ള കഥയില്ല. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ പിന്നെ പുതിയ ഡാമിൻ്റെ വിഷയമില്ല. പിന്നെ എവിടെയാണ് ഡാം പണിയുക? പോയിന്റ് മനസ്സിലായി? അത് നമ്മൾ അങ്ങനെയാണ് ഇതിന് കാണേണ്ടത്. ഇപ്പോൾ പുതിയ ഡാം എന്ന് പറയുന്ന ആളുകൾ പോലും ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടെന്ന് പറഞ്ഞ്, ഞാനത് 2011 ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെട്ടത്, ഈ വിഷയം ഏറ്റവും കൂടുതൽ പഠിച്ചതിൻ്റെ ഒരു കാര്യം അതാണ്. ഫോർട്ട് കൊച്ചി സ്കൂളിലൊരു കുട്ടി എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ സ്കൂളിലൊരു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ, സാറേ മുല്ലപ്പെരിയാർ പൊട്ടിയ പള്ളുരുത്തിയിൽ 2ാമത്തെ നില വീട് മുങ്ങുന്നു. ഞാൻ വല്ലാതെ ഞാനോട് മുല്ലപ്പെരിയാറിനെ കുറിച്ചൊക്കെ കുട്ടികളോട് സംസാരിക്കുകയൊക്കെ കഴിഞ്ഞതാണ്. ഇവൻ ഏതാണ്ട് കരച്ചിലിൻ്റെ പക്കത്തായി. എന്ന് വെച്ചാൽ എന്താ നിന്റെ കാര്യം? അല്ല സാർ, എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയോട് ഒറ്റയ്ക്ക് താമസിക്കുക, പള്ളുരുത്തിയിലെ വീട് മുങ്ങുമോന്ന് ഫോർട്ട് കൊച്ചിയിലെ സ്കൂളിലെ ഒരു കുട്ടിക്ക് ആദ്യം ഉണ്ടാക്കുന്ന വിധത്തിൽ മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഭരണകർത്താക്കളോട് എനിക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട്. അത് പറയുന്നവരോട്.